നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിർബന്ധമായും എടുത്തു വെക്കേണ്ട ID കാർഡുകളാണ് നോർക്ക ID, നോർക്ക കെയർ, പ്രവാസി രക്ഷാ ഇൻഷുറൻസ്, പ്രവാസി പെൻഷൻ. ഈ ഒരു ID കാർഡുകളെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ വിശദമായൊരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമുക്ക് നോർക്ക ID കാർഡ് എന്താണെന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ നോർക്ക റൂട്ട് പ്രവാസികൾക്കായി നടപ്പിലാക്കിയ ഒരു തിരിച്ചറിയൽ രേഖയാണ് നോർക്ക ID. ഇത് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ ലഭിക്കുന്ന സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയാണ്. അപകടം മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷയും, അപകടം മൂലമുള്ള ഭാഗികമോ സ്ഥിരമോ ആയ അംഗവൈകല്യങ്ങൾക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെയും ഇതിലൂടെ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. പ്രവാസം മതിയാക്കി തിരികെ എത്തിയവരും വിവിധ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നതുമായ പ്രവാസികൾക്ക് ചികിത്സാ ധനസഹായം ഇതിലൂടെ നൽകി വരുന്നു. അതുപോലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തിരിച്ചെത്തിയ പ്രവാസികളുടെ പെൺമക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള ധനസഹായം സാന്ത്വനം പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. പ്രവാസികളായ കേരളീയർക്കും അവരുടെ ആശ്രിതർക്കും അംഗവൈകല്യങ്ങൾ സംഭവിച്ചാൽ പരിഹാരത്തിനായി കൃത്രിമ കാലുകളും വീൽചെയറുകളും വാങ്ങുന്നതിനുള്ള ധനസഹായം നോർക്കയുടെ സാന്ത്വനം പദ്ധതിയിലൂടെ ലഭിക്കുന്നു. അതുപോലെ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സംരംഭം തുടങ്ങുന്നതിനുള്ള ധനസഹായം കുറഞ്ഞ പലിശ നിരക്കിൽ സബ്സിഡിയോടുകൂടി നൽകി വരുന്നുണ്ട്. സംരംഭം തുടങ്ങുന്നതിനായി 3 തരം വായ്പാ പദ്ധതികളാണുള്ളത്. പ്രവാസി ഭദ്രത പേൾ, പ്രവാസി ഭദ്രത മൈക്രോ, പ്രവാസി ഭദ്രത മെഗാ. ഇതിൽ പ്രവാസി ഭദ്രത പേൾ എന്നത് കുറഞ്ഞ വരുമാന പരിധിയിൽ വരുന്ന പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കോ സംരംഭം തുടങ്ങുന്നതിനായി കുടുംബശ്രീ വഴി പലിശരഹിത വായ്പയും തൊഴിൽ പരിശീലനവും ഈ പദ്ധതി വഴി നൽകുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വായ്പയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി 2 വർഷത്തിനുള്ളിലാണ്. അടുത്തത് പ്രവാസി ഭദ്രത മൈക്രോ ആണ്. കേരള ബാങ്ക്, KSFE എന്നിവ വഴിയാണ് ഈ പദ്ധതിയിൽ വായ്പ നൽകി വരുന്നത്. ഇതിൽ 5 ലക്ഷം രൂപ വരെയാണ് സംരംഭം തുടങ്ങുന്നതിനുള്ള വായ്പയായി അനുവദിക്കുന്നത്. വായ്പാ തുകയുടെ 25% പരമാവധി 1 ലക്ഷം രൂപ വരെ സബ്സിഡിയായി ലഭിക്കും. മൂന്നാമത്തെ പദ്ധതിയാണ് പ്രവാസി ഭദ്രത മെഗാ. ഇത് KSIDC വഴി നടപ്പാക്കുന്ന സംരംഭ വായ്പാ പദ്ധതിയാണ്. 25 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള വായ്പകളാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. 8.25 മുതൽ 8.75 വരെ പലിശ ഈടാക്കുന്ന ഈ വായ്പയിൽ 5% പലിശ മാത്രമാണ് ഗുണഭോക്താവിൽ നിന്നും ഈടാക്കുന്നത്. ബാക്കി വരുന്ന 3.25 മുതൽ 3.75 വരെയുള്ള പലിശ ഗുണഭോക്താക്കൾക്ക് പലിശ സബ്സിഡി ഇനത്തിൽ തിരികെ ലഭിക്കുന്നു. ഇതുപോലുള്ള ധാരാളം പദ്ധതികൾ നോർക്ക റൂട്ടിൻ്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഈ കാർഡ് ലഭിക്കുന്നതെന്ന് നോക്കാം. വിദേശത്ത് 6 മാസത്തിൽ കൂടുതൽ രേഖാമൂലം ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്ന 18 വയസ്സ് പൂർത്തിയായ പ്രവാസിക്ക് നോർക്ക ID കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. നോർക്കയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ കോപ്പി, നിങ്ങളുടെ ഒപ്പ് എന്നീ രേഖകൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപേക്ഷ നൽകുമ്പോൾ പാസ്പോർട്ടിനും വിസയ്ക്കും 6 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കേണ്ടതാണ്. നോർക്ക ID കാർഡ് എടുക്കാനുള്ള പ്രായപരിധി വരുന്നത് 18നും 70 വയസ്സിനിടയിലാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത് 408 രൂപയാണ്. ഈ ഒരു കാർഡിൻ്റെ കാലാവധി 3 വർഷത്തേക്കാണ്. 3 വർഷമാവുന്നതിൻ്റെ 3 മാസം മുമ്പ് തന്നെ റിന്യൂവലിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. നോർക്ക ID കാർഡിന് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാമെന്നും എങ്ങനെയാണിത് റിന്യൂ ചെയ്യേണ്ടതെന്നുമുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അടുത്തത് പ്രവാസികളെല്ലാവരും നിർബന്ധമായും എടുത്തു വെക്കേണ്ട ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നോർക്ക റൂട്ടും കേരള സർക്കാരും ചേർന്ന് പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. വാലിഡായ നോർക്ക ID കാർഡുള്ള ആർക്കും ഇതിൽ അംഗമാകാവുന്നതാണ്. ഇതിനോടകം തന്നെ 1 ലക്ഷത്തോളം പേർ ഇതിൽ അംഗങ്ങളായെന്നാണ് നോർക്കയുടെ കണക്ക്. നവംബർ 1 മുതൽ ഈ ഒരു പോളിസി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ധാരാളം പേർക്ക് ഇതിൽ നിന്നും ഇപ്പോൾ ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ 5.5 കോടിയുടെ ചികിത്സാ ക്ലെയിം നടന്നതായാണ് നോർക്കയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ പ്രീമിയത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 5 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഒരു കുടുംബത്തിന് 1 വർഷം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ക്യാഷ്ലെസ് ആയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭിക്കുന്നത്. നോർക്ക കെയർ ആപ്ലിക്കേഷനിൽ നിന്നും ഈ ഒരു ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിൽ ബന്ധപ്പെടാവുന്നതാണ്. 24 hours സർവീസാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള രോഗങ്ങൾക്ക് പോലും കാത്തിരിപ്പ് കാലയളവില്ലാതെ ഇതിലൂടെ കവറേജ് ലഭിക്കുന്നുണ്ട്.
ഈ പോളിസിയിൽ അംഗമായ നെക്സ്റ്റ് ഡേ തന്നെ ഇതിലൂടെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. പനി, പകർച്ചവ്യാധികൾ, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വൃക്ക രോഗങ്ങൾ, കരൾ രോഗം തുടങ്ങിയ ആശുപത്രിവാസം ആവശ്യമുള്ള എല്ലാ രോഗങ്ങൾക്കും ഇതിലൂടെ ക്ലെയിം ലഭിക്കുന്നതാണ്. ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കൽ, കിഡ്നി തകരാറുകൾക്കുള്ള ഡയാലിസിസ്, ക്യാൻസർ സംബന്ധമായ കീമോതെറാപ്പി, റേഡിയേഷൻ ഇതുപോലുള്ള രോഗങ്ങൾക്കും ഇതിലൂടെ കവറേജ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ കണ്ണിനെ സംബന്ധിച്ച് തിമിരമുള്ള ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സർജറി ചെയ്യുന്നതിനായി ഓരോ കണ്ണിനും 30,000 രൂപ വരെ വെച്ച് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പ്രീമിയം വരുന്നത് ഒരു വർഷത്തേക്ക് ഒരു വ്യക്തിയാണെങ്കിൽ 8,101 രൂപയും ഭർത്താവും ഭാര്യയും 25 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും അടങ്ങുന്ന ഫാമിലി പാക്കേജിന് വരുന്നത് ഒരു വർഷത്തേക്ക് 13,411 രൂപയാണ്. നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നോർക്ക ID കാർഡിൻ്റെ കാലാവധി തീരുന്നവരെ ഈ ഒരു പോളിസിയിൽ അംഗമായി തുടരാൻ കഴിയും. അതിനുശേഷം മറ്റൊരു പോളിസിയിലേക്ക് പോർട്ട് ചെയ്യേണ്ടതായിരിക്കും. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ ഈ ഒരു പോളിസിയിൽ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദന്തൽ ട്രീറ്റ്മെൻറ്റിന് ഈ ഒരു പോളിസിയിൽ കവറേജ് ലഭിക്കുന്നില്ല. ആക്സിഡൻറ്റ് പരമായിട്ടാണ് നിങ്ങൾക്ക് ദന്തൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കവറേജ് ലഭിക്കുന്നതാണ്. പലർക്കുമുള്ള ഒരു സംശയമായിരുന്നു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് ഇതിലൂടെ ക്ലെയിം ലഭിക്കുക എന്നത്. എന്നാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു ചികിത്സയ്ക്കും ഇതിലൂടെ കവറേജ് ലഭിക്കുന്നതല്ല. ആയുഷ് ട്രീറ്റ്മെൻറ്റിന് ഇതിൽ 50,000 രൂപ വരെ കവറേജ് ലഭിക്കുന്നുണ്ട്. ആയുഷ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയാണ്. അതുകൂടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള 30 ദിവസത്തെയും അഡ്മിറ്റ് ചെയ്ത ശേഷമുള്ള 60 ദിവസം വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസിന് ഇതിൽ നിന്നും ക്ലെയിം ലഭിക്കുന്നതാണ്. 10 ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ ചേരാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലാണ്. നോർക്ക കെയർ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ്. നോർക്ക കെയറുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാലാവധി 1 വർഷമാണ്. കാലാവധി കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വീണ്ടും റിന്യൂവൽ ചെയ്യാവുന്നതാണ്. ഇതിൽ ചേരാനുള്ള നെക്സ്റ്റ് അപേക്ഷ സ്വീകരിക്കുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും. ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി ഭാവി സുരക്ഷിതമാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രവാസികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ. കേരള പ്രവാസി ക്ഷേമ ബോർഡ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് നിന്നും മടങ്ങി വന്നവർക്കും പെൻഷൻ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ വിശദമായൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.